ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഞ്ഞിയാണ്. കർക്കിടക കഞ്ഞി പച്ച ഇലകളും നമ്മുടെ പറമ്പിലുള്ള പച്ച ഇലകളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഈ ഇലയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൂവാൻ വരുന്നില്ല. ഏത് ഇത് പൂവാൻ വരുന്നില്ല. ഇത് മുയൽച്ചെവി. പിന്നെ അത് മുയൽച്ചെവിയ. ഇതാ ഇത് പൂവാൻ വരുന്നില്ല. ഇത് ചെറുള. ഇത് ചെറുള. ചെറുളയൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് കേട്ടോ. ചെറുള. തൊട്ടാവാടി. തൊട്ടാവാടി ഇതിൻ്റെ പേരെന്നാന്നറിയാൻ അല്ലേ? മരുന്നിന് മറ്റേത് കീഴാമല്ലി അല്ലേ? കീഴാമല്ലി. ഇത് കീഴാമല്ലി. പിന്നെ പൂവാങ്കുരുന്നില അല്ലേ? ഇത് പേരയുടെ അല്ല. പിന്നെ പുളിയില ഇടോ? ഇത് പുളിയില. തുളസിയുടെ ഇല ഇടൂലേ? ഇത് മുയൽച്ചെവി തന്നെ. ഇതിൻ്റെ പേരറിയില്ല ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ പേര് നമുക്ക് അറിയാമായിരുന്നു പറയണപ്പോൾ മറന്നുപോയെന്ന് പറയണേ. ഇതിൻ്റെ പേരെന്താണെന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അരയ്ക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് ഇങ്ങനെ അരിച്ച് കുക്കറിലേക്ക് മാറ്റാം. കുറച്ച് തേങ്ങയും കൂടി നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. നമ്മളെടുത്തേക്കുന്നത് ഞവര അരിയാണ്. ഞവര അരി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിടാം. അതിലേക്ക് ഇച്ചിരി ഉള്ളി ജീരകം കൂടി ഇടണം. തേങ്ങ അരയ്ക്കുന്നതിൽ കുറച്ച് ഉലുവയും കുറച്ച് ആശാളിയും വേണം. നമുക്ക് അരിയും ആശാളിയും ഉലുവയും എല്ലാം കൂടി കഴുകിയത് കുക്കറിലേക്ക് ഇടാം. ആ മരുന്നിൻ്റെ കൂട്ടത്തിലേക്ക് വയ്ക്കും. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇത് നമുക്കിത് അടുപ്പത്ത് വെച്ച് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അരച്ച് വെച്ചാണ് അരപ്പ് കൂട്ടുന്നത്. നമുക്കിത് വേവിക്കാം. കൂട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണാതിരിക്കില്ലേ? തേങ്ങ അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മരുന്ന് കഞ്ഞി റെഡിയായേ. കർക്കിടക മാസത്തിലെ മരുന്ന് കഞ്ഞി. നമ്മുടെ പറമ്പിലുള്ള അത്യാവശ്യം മരുന്നുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. അല്ലാതെ നമുക്ക് കിട്ടാത്ത കുറേ ഐറ്റംസുകളുണ്ട് ഇതിൽ ചേർക്കാൻ.